നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഇന്നത്തെ വായന വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്താണെന്ന് നോക്കാം. ഈ വ്യക്തി നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിന് നീതി കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വായനയിൽ നിങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള രീതിയിലാണ് യൂണിവേഴ്സ് സന്ദേശം ലഭിച്ചിട്ടുള്ളത്. യൂണിവേഴ്സ് ഈ വ്യക്തിയിലൂടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ അധ്വാനിക്കുകയും കാര്യങ്ങളെ വളരെയധികം ഗൗരവമായി കാണുകയും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് പ്രതീക്ഷകളാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് അനാവശ്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, ഓവർ എക്സ്പെക്റ്റേഷൻ കാരണം കൊണ്ട് തന്നെ പല കാര്യത്തിലും ഈ വ്യക്തി പിന്നിലേക്ക് പോകുന്നുണ്ട്. പരിപൂർണമായിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാതെ വെറും ആഗ്രഹങ്ങളായിട്ടും സ്വപ്നങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തീ പോലെ ജ്വലിക്കുന്നതായിട്ടാണ്. കാര്യങ്ങളെ വളരെയധികം ക്ഷമയോട് കൂടിയും അതുപോലെ മനസ്സിലാക്കുന്ന രീതിയിൽ കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനുകൂലമായി സ്വപ്നങ്ങൾ ഈ വ്യക്തി കാണുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പക്ഷേ ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് ഇനി ഓരോ കാര്യങ്ങൾ ആലോചിച്ചും പ്രതീക്ഷിച്ചും നിന്നിട്ട് കാര്യമില്ല എന്നും അതിനു വേണ്ടിയിട്ട് നന്നായി പ്രവർത്തിക്കണം എന്നും വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുവാനുമാണ് ഈ വ്യക്തി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി അനാവശ്യമായി വഴക്ക് കൂടുന്ന ഒരു പ്രകൃതം ഉള്ളതായി നമുക്കിവിടെ കാണാം. അത് ഈ വ്യക്തിയുടെ മെച്യൂരിറ്റി ഇല്ലായ്മയായിരിക്കാം. പക്വതയില്ലായ്മ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല കാര്യങ്ങളും മുൻകോപം കൊണ്ടും മുൻവാശി കൊണ്ടും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെടുത്തു ചാടി പ്രവർത്തിച്ചതിന് ശേഷം ഇത് ചെയ്യേണ്ടിയിരുന്നില്ല, ഇത് ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് ഈ വ്യക്തി വരുന്നതായും പശ്ചാത്തപിക്കുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ജീവിതത്തിനെ കുറിച്ച് വളരെയധികം കൃത്യമായിട്ടുള്ള ഉദ്ദേശശുദ്ധിയോട് കൂടി പോകുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ ഹൃദയം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി അന്നും ഇന്നും കൊതിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ ചതിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വളരെ സിമ്പിൾ ആയിട്ടും വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ചെറിയ കാഴ്ചപ്പാടും ചെറിയ പദ്ധതികളും ഈ വ്യക്തിക്കുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും ആദ്യമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ വളരെയധികം പേടിക്കുകയും ഇതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലും ഈ വ്യക്തിക്ക് കോൺഫിഡൻസ് കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെയധികം ആത്മവിശ്വാസം ഉയർത്തിയെടുക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു മാജിക് പോലെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഫിഡൻസ് വളരെയധികം ഉയർത്തി കൊണ്ടുവരുന്ന രീതിയിൽ നന്നായി അധ്വാനിക്കുകയോ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല ഈ വ്യക്തിക്ക് സ്വയം ജ്ഞാനം വളരെയധികം ഉയർന്നു വരുന്നതായി ഇവിടെ കാണാൻ കഴിയുന്നു. സ്വയം ജ്ഞാനം എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ട് ഒരുപാട് തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒരു പക്വതയിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരുന്നതിന്റെ ഒരടയാളം തന്നെയാണ്.
ഈ ബന്ധത്തിന്റെ പൂർണ്ണതയും ഈ ബന്ധത്തിന്റെ പ്രത്യേകതയും നന്മയും ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണവും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനവും നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയും ഈ വ്യക്തി മനസ്സിലാക്കി വരുന്നുണ്ട്. ആദ്യം ചെറിയ രീതിയിൽ ഒരു തമാശ പോലെയാണ് ഈ വ്യക്തി തുടങ്ങിയതെങ്കിൽ, ഈ പ്രണയബന്ധം തുടങ്ങിയതെങ്കിൽ, ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം പോസിറ്റിവിറ്റിയിലേക്കും ദൃഢനിശ്ചയത്തോടു കൂടിയും ഇതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിജയകരമായ ഒരു പ്രണയബന്ധമാണ് എന്നും ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ ഈ വ്യക്തി പറയാൻ മടി കാണിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ കളിയാക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ വ്യക്തി ഒട്ടും തന്നെ നല്ല രീതിയിൽ മെച്യൂരിറ്റിയിലേക്ക് എത്തിച്ചേരാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഈ വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാതെ മാറ്റിവെക്കുന്നതായും അല്ലെങ്കിൽ മറച്ചു വെക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി എപ്പോഴും തൻ്റെ സ്വപ്നങ്ങളെ പൂവണിയുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിൽ താൻ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരയണമേ എന്നാണ് ഈ വ്യക്തിയുടെ പ്രാർത്ഥനയും ആഗ്രഹവും. അത്രയും പോസിറ്റീവായ, നിങ്ങൾക്ക് അനുകൂലമായ സ്വപ്നങ്ങളാണ് ഈ വ്യക്തി കാണുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് ചേരുന്ന ആ ഒരു ദിവസം തന്നെയായിരിക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. അങ്ങനെയാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ മറ്റു പലവരെയും ഈ വ്യക്തിക്ക് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയും വാശിയേറിയ പോരാട്ടവുമായി ഇപ്പോഴും ഈ വ്യക്തി തുടരുന്നു. ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പേടിയില്ല. വളരെയധികം കോൺഫിഡൻസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. ഇവിടെ വേറെ പലവരും ഈ വ്യക്തിയെ വഴിതെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റുവാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ കേവലം കുറച്ചു നാളത്തേക്കുള്ള ഒരു കാര്യമായി മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ മറ്റെന്ത് കാര്യങ്ങൾ വന്നിട്ടും നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രണയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കുറച്ച് കാലയളവിൽ മാത്രമാണ് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ആരും തന്നെ ഈ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല. ഈ വ്യക്തിക്ക് അവരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിക്ക് തിരിച്ചറിയുവാനും ഈ വ്യക്തിയെ മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുള്ളത് നിങ്ങൾ മാത്രമാണെന്നും, മുന്നോട്ട് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി അത് എന്നേക്കുമായി നിങ്ങൾ തന്നെയാണ് എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിലെ പരിപൂർണമായിട്ടുള്ള നേട്ടവും കോൺഫിഡൻസും ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും എല്ലാം തന്നെ നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതി ഈ വ്യക്തിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. അത് ഈ വ്യക്തി മറ്റുള്ളവരായി ചർച്ച ചെയ്യുന്നതായിട്ടും മറ്റുള്ളവരോട് വളരെയധികം കോൺഫിഡൻസോട് കൂടി നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ജീവിതം ഒരു സായാഹ്നമാണെന്നും ഒരു യാത്രയാണെന്നും തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ ഇനി മുതൽ വന്നു ചേരുമെന്നും താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുമെന്നും ഉള്ള ചിന്താഗതിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വ്യക്തിയുടെ സോൾ എനർജി, ആത്മാവിന്റെ ഊർജം വളരെയധികം ഉയർന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉയർന്നു വരും തോറും തൻ്റെ സോൾ പർപ്പസിലേക്ക് എത്തിച്ചേരുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഇത്രയും കാലം ഒരു ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു നടന്ന ഒരു ആത്മാവിനെ പോലെയായിരുന്നു ഈ വ്യക്തി. എന്നാൽ ഇപ്പോൾ ജീവിതത്തിൽ ഒരു തീരുമാനങ്ങളും ചിട്ടകളും വിശ്വാസങ്ങളും അറിവുകളും ഡെസ്റ്റിനേഷനും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് ഒരുപാട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, നിങ്ങളുടെ കാര്യത്തിൽ നീതി മേടിച്ചു തരുവാൻ അല്ലെങ്കിൽ നീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുവാൻ ഈ വ്യക്തി 100% പ്രാപ്തിയോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു വായന വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത് മാനിഫെസ്റ്റായി വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഹൈപ്പ് ചെയ്യുക.
പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.